നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന എൽ.ഡി.എഫിന് തിരിച്ചടിയായി വിമത സ്ഥാനാർത്ഥികൾ. 2 CPM പ്രാദേശിക നേതാക്കളാണ് പാർട്ടി നേതൃത്വത്തിനെതിരെ ശബ്ദമുയർത്തി മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത്. ചെമ്പഴന്തിയിലും വാഴോട്ടുകോണം വാർഡിലുമാണ് വിമത നീക്കം. സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടതിന് പിന്നാലെയാണ് വിമത സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് CPM പ്രാദേശിക നേതാക്കൾ രംഗത്ത് വന്നത്. CPM ലോക്കൽ കമ്മിറ്റി അംഗം ആനി അശോകനും മുൻ ബ്രാഞ്ച് സെക്രട്ടറി KV മോഹനനുമാണ് വിമതരായി മത്സരിക്കാനൊരുങ്ങുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ വോട്ട് കിട്ടാനാണ് കടകംപള്ളി സുരേന്ദ്രന്റെ നീക്കമെന്ന് ആനി അശോകൻ പറയുന്നു. ഉള്ളൂരിലും പാർട്ടി അംഗം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായേക്കും. ചെമ്പഴന്തിയിൽ തനിക്ക് സീറ്റ് നിഷേധിച്ചതിന് പിന്നിൽ കടകംപള്ളി സുരേന്ദ്രനും BJPയും തമ്മിലുണ്ടാക്കിയ ഡീലാണെന്ന് ആനി അശോകൻ കുറ്റപ്പെടുത്തുന്നു. പഴയ കഴക്കൂട്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ഇവർ. 2004 മുതൽ 2010 വരെ പ്രസിഡന്റായി പ്രവർത്തിച്ചു. ചെമ്പഴന്തി CPM ലോക്കൽ കമ്മിറ്റി അംഗമാണ്. ഇത്തവണ കോർപ്പറേഷനിലേക്ക് മത്സരിക്കാൻ സീറ്റ് നിഷേധിക്കപ്പെട്ടതോടെയാണ് ആനി സ്വതന്ത്രയായി മത്സരിക്കാൻ ഒരുങ്ങുന്നത്. ഷീല മോഹനാണ് ഡിവിഷനിലെ പാർട്ടി സ്ഥാനാർത്ഥി. ഈ സ്ഥാനാർത്ഥിയെ പ്രദേശത്ത് ആർക്കും പരിചയമില്ല. കടകംപള്ളി സുരേന്ദ്രൻ BJPയുമായി വോട്ട് കച്ചവടം നടത്തുകയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ച പല വാർഡുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടകംപള്ളിക്ക് വോട്ട് കൂടിയതിന്റെ കാരണം ഇതാണെന്നും അവർ വിമർശിച്ചു. മുൻപും ഇപ്പോഴും കടകംപള്ളി സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തുന്നത് BJPക്ക് അനുകൂലമായിട്ടാണ്. ജയസാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥികളെ നിർത്തി BJPയെ വിജയിപ്പിക്കാനാണ് ശ്രമം. കടകംപള്ളിക്ക് MLA ആയി മത്സരിക്കുമ്പോൾ തിരിച്ചു വോട്ട് കിട്ടാൻ വേണ്ടിയാണ് നീക്കം. തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് പ്രത്യേകിച്ചും കഴക്കൂട്ടത്ത് ഒരു ജാതി സമവാക്യമുണ്ട്. കടകംപള്ളിയുടെ ഭയങ്കരമായിട്ടുള്ള അപ്രമാദിത്വമാണ്. ഒരു വർഗ്ഗ ബഹുജന സംഘടനയുടെയും പ്രവർത്തന പാരമ്പര്യമില്ലാത്ത ആൾക്കാരെയാണ് ഈ ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി വെച്ചിരിക്കുന്നതെന്നും ആനി അശോക് ആരോപിച്ചു. വാഴോട്ടുകോണത്തും ഇതേ സാഹചര്യമാണ്. പാർട്ടി സ്ഥാനാർത്ഥിയായി CPMന്റെ C ഷാജിയാണ് മത്സരിക്കുന്നത്. ഇദ്ദേഹത്തിന് വിജയസാധ്യതയില്ലെന്ന് ആരോപിച്ചും ലോക്കൽ സെക്രട്ടറിയുടെ വ്യക്തി താല്പര്യമാണ് സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിലെന്നും പറഞ്ഞാണ് വാഴോട്ടുകോണത്ത് KV മോഹൻ വിമതനായി മത്സരിക്കുമെന്ന് അറിയിച്ചത്. വട്ടിയൂർക്കാവ് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റായിരുന്നു. ലോക്കൽ സെക്രട്ടറി റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണെന്നും ബിസിനസ് സാമ്രാജ്യം വളർത്താനായി സ്വന്തക്കാരെ സ്ഥാനാർത്ഥികളായി മത്സരിപ്പിക്കുകയാണെന്നും KV മോഹനൻ ആരോപിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യോജിക്കാനാവാത്ത സമീപനമാണ്. താൻ ഇടതുപക്ഷ വിശ്വാസിയാണ്. താൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചാണ് മത്സരിക്കുന്നത്. ഈ തീരുമാനത്തിൽ വളരെയേറെ വേദനയുണ്ടെന്നും KV മോഹനൻ പറഞ്ഞു. ഉള്ളൂർ ഡിവിഷനിൽ നേരത്തെ പ്രചാരണം തുടങ്ങിയ സ്ഥാനാർത്ഥിയെ മാറ്റി മറ്റൊരാളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനാലാണ് പാർട്ടിക്കുള്ളിൽ അമർഷം പുകയുന്നത്.